ടൗണിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു കടയുണ്ട്. അതായത് നല്ല ഒന്നാമതരം നോൺ വെജ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം, ഹോട്ടൽ റഹ്മാനിയ. ഇത് വളരെ പഴക്കം ചെന്നൊരു കടയാണ്. 1951 തുടങ്ങിയ കട. അപ്പോൾ ആ കടയുടെ ഫ്രണ്ടിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ അകത്താണ് ഇപ്പോൾ ആ കട ഇരിക്കുന്നത്, കുറച്ചുള്ളിലേക്ക്. അപ്പോൾ തപ്പി അവിടെ എത്തി. ഇനി റഹ്മാനിയുടെ ഉള്ളിലേക്ക് പോകാം. ഇതിപ്പോൾ 1951 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഗ്രാൻഡ് ഫാദർ തുടങ്ങി. ഇത് ഇളയച്ചൻ. ഓക്കെ, അച്ഛനാണ് തുടങ്ങിയത് അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതിപ്പോ ഒരു ജോയിന്റ് ഫാമിലി ബിസിനസ് പോലെ തന്നെയാണ് അല്ലേ? ബ്രദേഴ്സ് എല്ലാവരും കൂടി വളരെ സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുക്കുന്ന സ്പെഷ്യൽ മട്ടൺ ബിരിയാണി, മട്ടൺ റോസ്റ്റ്, പിന്നെ കട്ടിപ്പത്തിരി ഉണ്ട്. കട്ടിപ്പത്തിരി അത് നിങ്ങളുടെ സ്പെഷ്യലാണ്, വളരെ സ്പെഷ്യൽ. ഫേവറേറ്റ്. ഏറ്റവും റഷ് ടൈം എന്ന് പറയുന്നത് ആണ് ഉച്ച സമയമാണ്, ലഞ്ച് അല്ലേ? അപ്പൊ തിരക്ക് കുറഞ്ഞ സമയം നോക്കിയാണ് അപ്പൊ ഞാനും വന്നിരിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല, ഉപകാരമായി. ശരി, നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ കാണാൻ പോണത് കട്ടിപ്പത്തിരി. അത് അതിന്റെ അച്ഛനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. സ്മോളാണ് അല്ലേ? ഇതാണ് സൈസ് അല്ലേ? ഇത് വെച്ചിട്ടാണ് ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പൊ കട്ടിപ്പത്തിരി, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ഇതൊരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1 കിലോ റൈസ് ഫ്ലവർ അരിപ്പൊടിക്ക് 2 ലിറ്റർ ആണ് കണക്ക്. മാവ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ആ വെള്ളത്തിൽ കിടന്നിട്ട് അത് മാവങ്ങ് വേഗമാണ്. നമ്മൾ ഈ ഇടിയപ്പത്തിനും പിന്നെന്താ പറയുക പത്തിരിക്കും ഒക്കെ മാവ് കുഴക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരകിയത്, ഒരു 1.5 തേങ്ങ ചിരകിയതും പിന്നെ ഒരു അരമുറി തേങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കുത്തിയെടുത്തതും. ഇത് രണ്ടുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ബാക്കി പിന്നെ ജീരകം, നല്ല ജീരകം 25 ഗ്രാം. പിന്നെ തേങ്ങ ചെറുതായി അരിഞ്ഞത്, തേങ്ങ കൊത്തെന്ന് പറയാം, അത് ഒരു അരമുറി തേങ്ങയുടെ, ചെറിയ ഉള്ളി നീളത്തിന് അരിഞ്ഞത്. അപ്പോൾ ഒരു ഫുൾ തേങ്ങ ചിരകിയത്, ഒരു തേങ്ങയുടെ പകുതി കഷ്ണങ്ങളാക്കിയത്, 25 ഗ്രാം ജീരകം, 25 ഗ്രാം ചെറിയ ഉള്ളി. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞ് ഇളക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മട്ടൺ റോസ്റ്റ് ആണ്. അതാണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ. അപ്പോൾ മട്ടൺ റോസ്റ്റിന് ഇത് 1 കിലോ മട്ടണിലാണ് കാണിക്കുന്നത്. 1 കിലോ മട്ടൺ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, അതിലേക്ക് 1 കിലോ സവാള നീളത്തിന് അരിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഒന്നിച്ചാക്കിയിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ മട്ടൺ, സവാള, പിന്നെ ഇഞ്ചി അരച്ചത് ഏതാണ്ട് 3 ടേബിൾ സ്പൂൺ, പിന്നെ പച്ചമുളക്, ഇഞ്ചി അരച്ചത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു അരച്ചത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 2 ടേബിൾ സ്പൂൺ, പാകത്തിനുള്ള കല്ലുപ്പ്. ഇതെല്ലാം ഒരു കൈക്കണക്കാണ്. കാര്യം കല്ലുപ്പാണ് ഇവർക്ക് കറക്റ്റായിട്ട് അറിയുന്നത് അല്ലേ? അതനുസരിച്ച് ചെയ്യുന്നു. ഇതാണ് റഹ്മാനിയയുടെ സ്പെഷ്യൽ മസാല. അത് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട്, ഏകദേശം 3 എന്ന് പറയുമ്പോൾ ഇത് ഈ സ്പൂണിന് നല്ല ഇങ്ങനെ കുമിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ടേബിൾ സ്പൂൺ കണക്കിന് ഒരു 4-5 ടേബിൾ സ്പൂൺ മസാല എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ചേർന്നിട്ട് ഇവർ സ്വന്തമായിട്ട് പൊടിക്കുന്ന മസാലയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. അതിൻ്റെ പ്രൊപ്പോർഷൻ മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക. മല്ലി, മുളക്, പിന്നെ കുരുമുളക്, അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, കൂടാണ്ട് ഗരം മസാലയുടെ ഐറ്റംസ് എല്ലാം, പെരിഞ്ചീരകം, സാജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെന്താ പിന്നെ തക്കോലം, പിന്നെ ജാതിക്ക, ജാതിപത്രി, കശകശ, ഇതെല്ലാം കൂടി ചേർന്ന് പൊടിച്ചെടുക്കുന്ന മസാല. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മസാല. അതായി പിന്നെ കുറച്ച് വെള്ളം, ചൂടുവെള്ളം ആകാം, അതല്ലെങ്കിൽ പച്ചവെള്ളം ആകാം, എന്തും ആകാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊരു മിക്സാണ്. നന്നായിട്ട് യോജിപ്പിച്ചോ അടുപ്പിലേക്ക് എത്തി കഴിഞ്ഞ് ഇനി ഈ മട്ടൺ ഒന്ന് വേകാം, അത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റോസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ മട്ടൺ വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കട്ടിപ്പത്തിരിയുടെ പണി തീർന്നിട്ടില്ല. അതിങ്ങനെ മാവെല്ലാം കൂടി കുഴച്ച് റെഡിയാക്കി ഒന്ന് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. കാര്യം നല്ല ചൂട് വെള്ളത്തിലല്ലേ ഇന്ന് ഇളക്കിയെടുത്തത്. അപ്പോൾ അത് അന്നേരം കൈ കൊണ്ടൊന്നും അവർക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഒന്ന് കൂളാകാനായിട്ട് സമയം കൊടുക്കും. അത് കഴിഞ്ഞ് കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഒരു ബോളാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിവിടെയാണ് പരത്താൻ പോകുന്നത്. പരത്തിയിട്ട് ആ അച്ച് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കും. അതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലെടുത്ത് സൈഡിൽ വെക്കുന്നു. അത് കുറച്ച് അതിലേക്ക് തളിച്ചിട്ട് കൈ കൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് നല്ല പദം വരുന്നവരെ ഒന്ന് മയപ്പെടുത്തുകയാണ് മാവിനെ. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ആ അച്ചിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. അച്ചിനകത്തേക്ക് കുറച്ച് മാവെടുത്ത് വയ്ക്കുന്നു, ഒന്ന് പരത്തുന്നു. അപ്പോൾ ആ അച്ചിൻ്റെ അത്രയും കട്ടി, ഇതാണ് കട്ടി വേണ്ടത്. ഓക്കെ. പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇത് പരത്തിയെടുക്കുന്നത് സിമ്പിളാണ്. കാര്യം അച്ഛൻ്റെ സഹായം കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പം അല്ലേ? മാവെടുത്ത് അങ്ങോട്ടേക്ക് വയ്ക്കുന്നു, ഒന്ന് പരത്തുന്നു. അപ്പോൾ സൈഡിൽ എക്സസ് ആയിട്ട് വരുന്ന മാവൊക്കെ കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റുന്നു. അത് നല്ല ഒന്നാം തരം ഷേപ്പിൽ നല്ല കട്ടിപ്പത്തിരിയായിട്ട് തന്നെ വരുന്നു. ഇനി വരുന്നില്ല, നേരെ ദോശക്കല്ലിലേക്ക് വെച്ച് ചുട്ടെടുക്കുന്നു. ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് അത് നിരത്തി വെച്ചു. ഇനി തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുക്കും.
ബ്രൗൺ ആവണം ആണല്ലേ, നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കും. തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. ഇതാണ് ഇവിടുത്തെ കട്ടിപ്പത്തിരി. ഇതിന്റെ കോമ്പിനേഷനാണ് മട്ടൺ റോസ്റ്റ്. അപ്പോൾ റഹ്മാനിയ ഫാമിലി മുഴുവൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ. അതായത് ഇതിന്റെ ഉടമസ്ഥരാണ് എന്ന് തന്നെ പറയാം. വീട്ടിലെ ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. ഓണേഴ്സിന്റെ മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ചെറിയ ചെറിയ ആൾക്കാരും. നിങ്ങളൊക്കെ സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ്, സ്കൂളിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ അല്ലേ? കണ്ടിട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ പത്തിരിയുടെ ഒരു സൈഡ് പാകത്തിന് കൊടുത്തു കഴിയുമ്പോൾ മറിച്ചിടും. മറിച്ചിടുന്നതിന് മുന്നേ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി അതിന്റെ മുകളിൽ തടവും. അത് വെളിച്ചെണ്ണ ഇച്ചിരി കുറച്ച് അല്ലേ. ഇത് ഈ കടയിലെ ഏറ്റവും തലമുതിർന്ന അംഗമാണ് അല്ലേ, ഖാദറിക്ക. അന്ന് തുടക്കം തൊട്ട് ആ സമയം തൊട്ട് കൂടെ ഉണ്ട് ഖാദറിക്ക. അപ്പൊ അദ്ദേഹമാണ് അപ്പോൾ ഇവിടുത്തെ എല്ലാത്തിന്റെയും ശരിക്കും പറഞ്ഞ ഒരു കാരണവരെ പോലെ നിങ്ങൾ വിചാരിക്കുന്നല്ലേ. അപ്പോൾ മട്ടൺ വേവിക്കാൻ വെച്ചത് കണ്ടല്ലോ, കുറെ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഇനി ഇത് റോസ്റ്റ് ആകും. ആ റോസ്റ്റ് ആകാനായിട്ട് ചൂടുകെട്ടുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇനി വെളിച്ചെണ്ണ അല്ലേ, കുറച്ചേറെ വെളിച്ചെണ്ണ ഒഴിക്കും. ഇനിയാണ് മട്ടൺ റോസ്റ്റിന്റെ ആ ശരിക്കുള്ള രുചി അറിയാൻ പോകുന്നത്. ഈ രുചി വരുന്നതിന്റെ പ്രധാന കാര്യങ്ങൾ: 1 വെളിച്ചെണ്ണ, 2 നിറയെ കറിവേപ്പില, കൊച്ചുള്ളി അരിഞ്ഞത് ഏതാണ്ട് 1 പിടിയോളം, ഒരു 1/4 കപ്പ്, 1/4 മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം. 1/2 കപ്പെന്ന് വെക്കാം. പിന്നെ ഒരു 7 or 8 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്, ധാരാളം കറിവേപ്പില. അപ്പം മട്ടനും ചേർത്ത് കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അടുപ്പിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇളക്കി അത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആകണം. ഡ്രൈ ആയി ഇങ്ങനെ കുഴഞ്ഞ പാകത്തിനാകുമ്പോൾ റോസ്റ്റ് ആകും. ഫൈനൽ പ്രോഡക്റ്റ് അപ്പോൾ റെഡിയാകും. പിന്നെ കട്ടിപ്പത്തിരി അല്ലേ, അതും മട്ടൺ റോസ്റ്റും. അപ്പോൾ ഈ കടയുടെ സ്പെഷ്യാലിറ്റിയാണ് റഹ്മാനിയയുടെ. കാണാൻ തന്നെ വളരെ എന്താ പറയണ്ടേ, വളരെ ഡിഫറെൻ്റ് ആണ്, വളരെ അപ്പറ്റൈസിങ് ആണ്, കഴിക്കണമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. നന്നായിട്ടുണ്ട്, എക്സലന്റ്. ശരിക്കും മട്ടൺ അങ്ങനെ ഒരുപാട് സ്പൈസി ഓവറായിട്ടല്ല, കറക്റ്റ് മിതമായിട്ട് ആവശ്യത്തിനുള്ള എരിവ്. ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഫുൾ ക്രെഡിറ്റ് അല്ലേ. പ്ലസ് ഇതിന്റെ ഒറട്ടി വളരെ സ്പെഷ്യൽ, പറയാതിരിക്കാൻ വയ്യ. എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു കാര്യം. നന്നായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തന്ന ഈ ഫുൾ ടീം റഹ്മാനിയയുടെ അവരോട് യാത്ര പറയുന്നു. ഒപ്പം നിങ്ങളോടും നാളെ വീണ്ടും വരും. അതുവരെ